സ്ഥിരം ഈ ഇസ്ലാമോഫോബുകൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം വെറി പറഞ്ഞു നടക്കുന്ന ആളുകൾ എപ്പോഴും ഉയർത്തുന്നൊരു ഡിഫൻസ് ഉണ്ട്. അയ്യോ, എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ മുസ്ലിം സുഹൃത്തുക്കളോടൊപ്പമാണ് വളർന്നത് എന്നതൊക്കെ എന്തോ ഭയങ്കരമായൊരു മുസ്ലിം കുടുംബത്തിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ള പോലെയാണ്. എൻ്റെ CA മുസ്ലിമാണ്, എൻ്റെ അഡ്വക്കേറ്റ് മുസ്ലിമാണ്. ഇതൊക്കെ എന്തോ ഒരു മഹത്തരമായ കാര്യം അല്ലെങ്കിൽ എന്തോ ഒരു ഔദാര്യം എന്നുള്ള നിലക്കാണ്. എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ട്, എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അതെന്തോ ഒരു ഔദാര്യമായിട്ട് കാണുന്ന ഒരുപാട് ബുദ്ധിജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു. എനിക്ക് ഓണത്തിന് മുസ്ലിം വീടുകളിൽ നിന്ന് സദ്യ ലഭിക്കാറുണ്ട് എന്നതൊക്കെ മുസ്ലിം വെറി പ്രചരിപ്പിക്കാനുള്ള ഒരു ലൈസൻസായി വിചാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ബുദ്ധിജീവികളും നിറഞ്ഞൊരു നാടാണ് നമ്മുടെ. അതേ കാർഡ് തന്നെയാണ് ഇദ്ദേഹം എടുക്കുന്നത്. ഞാൻ മൗലൂദ് കുത്തുറാത്തീബിന് വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുത്തുറാത്തീബ്, മൗലൂദ്, എനിക്ക് ഹദീസ് അറിയാം, ഖുർആൻ അറിയാം, ഹൈക്കലിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്, പിന്നെ ഹദീസുകളിലും ഖുർആനിലൊക്കെ വലിയ താല്പര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പരിഭാഷ പൊക്കിപ്പിടിക്കുകയാണ്. ജയിലിൽ പോയാൽ ഇത് മുഴുവൻ വായിച്ചു തീർക്കണം. പിന്നെ മുനാഫിക്കുകളെ കുറിച്ചിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്, ഞാൻ മുനാഫിക്കല്ല, നല്ല ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി, ഞാൻ കപടനല്ല, ഞാൻ നല്ല ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ്. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ ഈ മുസ്ലിം വെറി പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഒരു സ്ഥിരം നമ്പറാണ്, എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത്. മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഒന്നാമത് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത് എന്തോ ഒരു ഭയങ്കരമായ ഒരു കാര്യം, എന്തോ അവർ ചെയ്തു തരുന്ന എന്തോ ഒരു ഔദാര്യം എന്നുള്ള നിലക്ക് സാമാന്യമായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ മതവിഭാഗങ്ങളും സുഹൃത്തുക്കളുണ്ടാകണം. അത് പ്രത്യേകമായി എടുത്തു പറയുന്നു. അതെൻ്റെ ഒരു മഹത്തായ നേട്ടം, എൻ്റെ മഹത്തായ ഒരു ക്വാളിറ്റിയായി ഒരാൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ തന്നെ സംതിങ് റോങ് വിത്ത് ദാറ്റ്. അതെന്തിനാണ് പറയുന്നത്? അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. എല്ലാ വിഭാഗം ജനങ്ങളും മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളത് ഒരാളുടെ മഹത്വമായിട്ട് അയാൾ മൈക്ക് കെട്ടി വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദാറ്റ്. അതൊരു ഡിഫൻസായി മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് അത് വേറൊരു വഷളൻ ഏർപ്പാടാണ്. ഇത് എല്ലാവരും ഉന്നയിക്കുന്ന ആ നമ്പർ തന്നെയാണ് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചത്.